നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ലോകത്ത് നടുക്കിയ ലെബനൻ പേജർ സ്ഫോടനത്തിന് പിന്നിൽ മലയാളി യുവാവിന് ബന്ധമെന്ന് സംശയം. പേജറുകൾ വിൽപ്പന നടത്തിയ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഷെൽ കമ്പനിയുടെ ഉടമയും നോർവീജിയൻ പൌരത്വമുള്ള മലയാളിയുമായ റിൻസൺ ജോസിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഈ വിഷയമാണിന്ന് സ്പോട്ട് ലൈവ് ആദ്യം ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ലബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾക്ക് മലയാളി ബന്ധമെന്ന സൂചന. പേജറുകൾ വിൽപ്പന നടത്തിയ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഷെൽ കമ്പനിയുടെ ഉടമ മലയാളിയായ റിൻസൺ ജോസ് ആണ്. ബ്രിട്ടനിൽ വിദ്യാഭ്യാസം നേടിയ നോർവീജിയൻ പൌരത്വമുള്ള ആളാണ് റിൻസൺ ജോസ്. ലണ്ടനിൽ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയിൽ ജോലി നോക്കിയിരുന്ന റിൻസൺ ജോസ് 2015 നോർവേയിൽ താമസമാക്കിയത്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, ഇന്ന് നമ്മൾ ഏറെ ഞെട്ടിയ ഒരു വാർത്തയാണ്. ഏറ്റവും പ്രധാന ലോകത്തെ ഞെട്ടിച്ച ഈ സ്ഫോടനത്തിൽ ഒരു മലയാളി ബന്ധമുണ്ട് എന്നത്. ഈ റിൻസൺ ജോസിന് എന്താണ് പേജറുമായുള്ള ബന്ധം? എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? ഭവ്യ, നമ്മൾ ഈ ഞെട്ടി എന്നതിനപ്പുറത്തേക്ക് വല്ലാതെ അമ്പരപ്പുണ്ടാക്കിയ ഒരു സംഭവമായി ഇത് മാറുകയായിരുന്നു. കാരണം നമ്മൾ ഇയാളുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുമായി സംസാരിച്ചിരുന്നു. വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ പുറത്ത് നോർവേയിലും അതിനുശേഷം UK ഒക്കെ പോയതിനു ശേഷം ഉണ്ടായ സാമ്പത്തിക സ്ഥിതി മാത്രമാണ്. ഇടയ്ക്ക് കുറച്ചാൾ മാലദ്വീപിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇയാൾ ഇങ്ങനെ ഒരു കേസിൽ ചെന്ന് പെടുക, അതായത് അന്താരാഷ്ട്ര ബന്ധമുള്ള വലിയൊരു തീവ്രവാദ സംഘത്തിന്റെ അടുക്കൽ ചെന്ന് പെടുക, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സ്ഫോടന പരമ്പരയുടെ ഭാഗമാകുക എന്നൊക്കെ പറയുന്നത് ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ സ്ഫോടനത്തിന്റെ തലേദിവസം വരെ ഈ പ്രദേശത്തെ മലയാളി അസോസിയേഷനുമായി ഏറെ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഇയാൾ. ഓണാഘോഷ പരിപാടിയിലടക്കം അവിടെ പങ്കെടുക്കുകയും അവരോട് സ്ഥിരമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് റിൻസൺ എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഇതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നതുകൂടി മനസ്സിലാക്കണം. കാരണം ഈ മൊസാദ് പോലെയുള്ള ഒരു സംഘടനയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ടൂളായി റിൻസനെ ഉപയോഗിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സോഫിയ ആസ്ഥാനമായി, അതായത് ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി നടത്തിയിരുന്നു ഇയാൾ. ഇതിന്റെ നോർട്ട ഗ്ലോബൽ എന്ന പേരിൽ ഉള്ള കമ്പനി തുടങ്ങി 2022 ഈ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് ആണ് പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറുന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ പുറത്തുവരുന്നത്. പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ വിവരം പുറത്തുവരുന്നത്. നോർവീജിയൻ പൗരത്വമുള്ള വയനാട് മാനന്തവാടി സ്വദേശിയായ റിൻസൺ ജോസിന്റെ കമ്പനിയാണ് നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഓട്ടോമേഷൻ, മാർക്കറ്റിംഗ്, AI തുടങ്ങിയവയിൽ താല്പര്യമുണ്ടെന്ന് ഇയാളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷെൽ കമ്പനിയായ BSc കൺസൾട്ടിംഗ് ഇടനിലക്കാരായി പ്രവർത്തിച്ചാണ് പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറുക ചെയ്ത്. BSc എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് മാത്രമാണ് ഈ റിൻസൺ ജോസിന്റെ ഈ നോർട്ട ഗ്ലോബലിനെ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം, ലോകമെമ്പാടും മൊസാദ് സ്വീകരിക്കുന്ന ചില നടപടികളുണ്ട്. ഇറാനിലും ഇറാഖിലും മറ്റും ഈ മൊസാദ് നടത്തിയ ആക്രമണ പരമ്പരകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും വലിയ സ്ഫോടനങ്ങൾ നടത്തുകയും പ്രധാനപ്പെട്ട ആൾക്കാരെ, അതായത് അതീവ സുരക്ഷാ തലത്തിൽ താമസിക്കുന്ന ആൾക്കാരെ പോലും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന വലിയ ഒരു സംഘടനയാണ് മൊസാദ് എന്നുകൂടി മനസ്സിലാക്കണം. അവർക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഏജന്റുമാരുണ്ട്. അവർ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യും. ഇവിടെയും അത് സംഭവിക്കുകയാണ്. അതായത് പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് വിതരണം ചെയ്യുന്നു. മൊബൈൽ ഫോണുകൾ മൊസാദ് ഹാക്ക് ചെയ്യും എന്ന സംശയത്തിൽ പേജറുകളിലേക്ക് ഈ പരമ്പരാഗതമായി ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ കാലപ്പഴക്കം വന്ന സംവിധാനമായ പേജറുകളിലേക്ക് ഹിസ്ബുള്ള മാറുന്നു. ഈ പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള തീരുമാനിക്കുകയും ഇത് സപ്ലൈ ചെയ്യുന്ന കമ്പനിയെ ഇവർ വിലക്കെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മൊസാദിന്റെ ഒരു പ്രവർത്തന മേഖല എന്നുള്ളത് ഏറെ വിപുലമായി മാറിയത്. ഇവിടെയാണ് ഈ നമ്മുടെ മലയാളി എന്ന് പറയുന്ന റിൻസൺ ജോസിന്റെ കമ്പനി ബന്ധപ്പെടുകയും ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ മില്യൺസ് എന്നാണ് കണക്ക്. നമുക്കൊരു കണക്കുകളെ കുറിച്ചൊക്കെ കുറച്ചൊരു വ്യക്തത വരാനുണ്ട്. എങ്കിലും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഒരു ഇടനിലക്കാരൻ എന്നത് മാത്രമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, വിവരങ്ങൾ. അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ, അല്ലെങ്കിൽ കൃത്യമായ ബന്ധം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കുണ്ട് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? ഏറ്റവും പ്രധാനമായി എന്നാണ് ഈ റിൻസണെ കാണാതായത്? ഈ സംഭവം വിവാദമായതിന് പിന്നാലെയാണോ, അല്ലെങ്കിൽ അതിന് മുൻപ് അദ്ദേഹത്തെ കാണാതായിട്ടുണ്ടോ? ഏറ്റവും പ്രധാനമായി ഇയാളുടെ സുരക്ഷയിൽ തന്നെ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ?
ഈ റിൻസൺ ജോൺസൺ നേരത്തെ പറഞ്ഞതുപോലെ ഈ നോർവേയിലെ മലയാളി അസോസിയേഷനുമായി ഏറെ ബന്ധമുള്ള ഒരാളാണ്. ഇവിടെ അസോസിയേഷൻ്റെ പരിപാടികളിൽ, ഓണാഘോഷ പരിപാടികളിൽ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ മലയാളി അസോസിയേഷനുമായി ഏറ്റവും അധികം ബന്ധപ്പെടുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഓണാഘോഷത്തിൽ പങ്കെടുത്ത ഒരാളാണ്. ഈ സ്ഫോടനം നടന്ന ചൊവ്വാഴ്ചയ്ക്ക് ശേഷമാണ്, ഈ 3 ദിവസം മുമ്പ് ചൊവ്വാഴ്ചയാണ് ഈ വലിയ സ്ഫോടന പരമ്പരകൾ സംഭവിക്കുന്നത്. ഈ ചൊവ്വാഴ്ചയ്ക്ക് ശേഷമാണ് റിൻസനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതായിരിക്കുന്നത്. അതെന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നമ്മൾ റിൻസന്റെ മാതാപിതാക്കളുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അവർ സംസാരിക്കുന്നില്ല. റിൻസന്റെ ട്വിൻ ബ്രദറാണ്, ഇരട്ട സഹോദരങ്ങളാണ് അവർ. അതിൽ സഹോദരനുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. സഹോദരൻ നേരത്തെ മാലദ്വീപിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു. അവിടെയും അതുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനകളും തരുന്നില്ല. അങ്ങനെ റിൻസനെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ സ്ഫോടനം നടന്ന സമയം മുതൽ റിൻസനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇയാളുടെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. ഒരു സോഷ്യൽ മീഡിയ കോൺടാക്റ്റും ഇയാൾക്കില്ല. അങ്ങനെ ഈ വിഷയത്തിന് ശേഷം റിൻസന്റെ തിരോധാനമാണ് ഏറ്റവും കൂടുതൽ സംശയത്തിന് ഇടയാക്കുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്കറിയാം, ഇത്തരത്തിൽ മൊസാദ് ആസൂത്രണം ചെയ്യുന്ന പല പരിപാടികളിലും ഇടനിലക്കാരായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് ഏർപ്പാടാക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. അങ്ങനെ ഇരയാക്കപ്പെട്ട ഒരാളാണോ റിൻസൺ എന്നതുകൂടി കാത്തിരുന്നു കാണണം. അത്തരം സംശയങ്ങൾ കൂടി ബലപ്പെടുന്ന ഒരു പശ്ചാത്തലം ഈ ഘട്ടത്തിൽ ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ റിൻസന്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നു. ഇപ്പോഴും അവിടെ നോർവേയിലും ലെബനനിലും മറ്റുമുള്ള റിൻസന്റെ സുഹൃത്തുക്കളുണ്ട്. അവർ റിൻസനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരിൽ പലരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കണം. ഇവരിൽ പലരെയും ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഫോടനത്തിൽ പ്രത്യേകിച്ചും റിൻസനെ കാണാതായ സാഹചര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയും കാണാനില്ല എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്വാഭാവികമായും വലിയ തരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇയാളെ കാണാതായത് കൊണ്ട് തന്നെ ഈ സ്ഫോടനത്തിൽ റിൻസിന് പങ്കുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണോ അന്വേഷണ സംഘമുള്ളത്, അല്ലെങ്കിൽ ആ തരത്തിലാണോ അന്വേഷണ സംഘം ഇപ്പോൾ കാര്യങ്ങൾ ചലിപ്പിക്കുന്നത്? എന്താണ് നമുക്ക് അറിയാൻ സാധിച്ചത് രഞ്ജിത്ത്? റിൻസന്റെ ഉടമസ്ഥതയിലുള്ള നോട്ട ഗ്ലോബൽ എന്ന കമ്പനിയാണ് ഇതിൽ ഇടനിലക്കാരൻ എന്നതെന്നും ഈ പറഞ്ഞതുപോലെയുള്ള പേജർ അടക്കമുള്ള സംവിധാനങ്ങൾ സപ്ലൈ ചെയ്തത് എന്നുമുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അതായത് അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ റിൻസന്റെ പങ്കാളിത്തം എന്താണ് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിലാണ് കുറച്ചുകൂടി വ്യക്തത വരേണ്ടത്. ഈ റിൻസനും ഭാര്യയും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം റിൻസൺ ഇപ്പോൾ UK പോയി എന്നുള്ള ചില കാര്യങ്ങൾ ബന്ധുക്കൾ അറിയിക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷെ അതിലൊന്നൊരു വ്യക്തതയില്ല. റിൻസന്റെ ട്വിൻ ബ്രദർ ഉള്ളത് UK അവിടേക്ക് റിൻസിന് ശേഷം പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു കൃത്യത വരേണ്ടതുണ്ട്. ഏതായാലും നമുക്കറിയാം, അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികളുടെ ഒരു അന്വേഷണ സംവിധാനം അറിയാം. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും ആ അന്വേഷണത്തിൽ ഒരു വ്യക്തത വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും റിൻസൺ 2022 കേരളത്തിലെത്തിയിരുന്നു. റിൻസൺ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ, ഇന്ത്യയിലടക്കം കുറേ നാളുകൾ 2022 കമ്പനി തുടങ്ങിയാൽ പോലും 2009 മുതൽ റിൻസൺ നോർവേയിൽ പോവുകയും അവിടെ ഉള്ളവരുമായി സഹകരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ്. 2017 ആദ്യത്തെ കമ്പനി ആരംഭിച്ചു റിൻസൺ. അതിനുശേഷം നിർത്തിയാണ് ഈ പറഞ്ഞതുപോലെയുള്ള നോട്ട ഗ്ലോബൽ എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും അത് ഇത്തരത്തിൽ പേജറുകൾ അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് പോവുകയും ചെയ്ത് റിൻസന്റെ നമുക്ക് ഈ ലിങ്ക്ടൺ അക്കൗണ്ടിൽ പോയാൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം ഓട്ടോമേഷൻ, മാർക്കറ്റിംഗ്, AI തുടങ്ങിയ കാര്യങ്ങളിൽ താല്പര്യമുണ്ട് എന്ന് ഇയാൾ അറിയിക്കുന്നുണ്ട്. അതായത് ഈ ടെക് മേഖലയിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രാഗൽഭ്യമുള്ള, അതായത് ഈ പഠിക്കുന്ന സമയത്ത് പോലും ഏറെ പഠനത്തിൽ സാമർഥ്യമുള്ള ഒരാളായിരുന്നു ഇയാൾ എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ പുറത്തേക്ക് പോവുകയും അവിടെ കമ്പനി അടക്കം സ്ഥാപിക്കുകയും എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ ശ്രമിക്കുകയും മറ്റും ചെയ്തത്. ഏതായാലും ബൾഗേറിയയിലേക്ക് പേജറുകൾ കയറ്റുമതി ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന ബൾഗേറിയൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസി പറഞ്ഞ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇവിടെയാണ് ഇടനിലക്കാർ എന്ന നിലയിൽ ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഇടനിലക്കാരായി നിർത്തിക്കൊണ്ട് ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മൊസാദ് അവരുടെ ആസൂത്രണം, 2 വർഷത്തോളം നീണ്ടുനിന്ന ആസൂത്രണമാണ്. മൊസാദ് അവരുടെ ആസൂത്രണം നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രഞ്ജിത്ത്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, ഇസ്രായേൽ ഇന്ത്യയുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ്. വലിയ നയതന്ത്ര ഇടപെടലുകൾ, ബന്ധങ്ങൾ നടക്കാറുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ ലെബനൻ സ്ഫോടനത്തിൽ ഒരു മലയാളിക്ക്, പ്രധാനമായി ഒരു ഇന്ത്യക്കാരന് ബന്ധമുണ്ട് എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വാർത്ത പുറത്തുവിടുന്ന സാഹചര്യത്തിൽ നമ്മുടെ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും? നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുടെ ഇടപെടൽ ഏതു തരത്തിലാണ്? അത്തരത്തിൽ എന്തെങ്കിലും വിലയിരുത്തൽ വന്നിട്ടുണ്ടോ, നിഗമനങ്ങൾ വന്നിട്ടുണ്ടോ രഞ്ജിത്ത്?
ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നമുക്കറിയാം, നമുക്ക് നയതന്ത്രപരമായി ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനൊപ്പം ഇന്ത്യ നിലകൊണ്ടിരുന്നു, അത്തരം നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടായ സംഭവവികാസം എന്ന് പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന കൃത്യമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ യുദ്ധം അവസാനിച്ച ശേഷം മാത്രം അത് ചർച്ചകൾ എന്ന് ഇന്ത്യ സ്വീകരിച്ച നിലപാടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ മൊസാദ് പോലെയുള്ള അന്വേഷണ ഏജൻസികളുമായി നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ റോ പോലെയുള്ള ഏജൻസികൾക്ക് അതിൽ പങ്കാളിത്തമുണ്ടാകും. ഈ വിവരം നമ്മുടെ നയതന്ത്ര തലത്തിൽ തന്നെ അറിയിക്കേണ്ട പശ്ചാത്തലമുണ്ട്. ഈ അംബാസഡർമാർ തമ്മിൽ, ഈ വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിൽ ഇക്കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിൻസന്റെ കുടുംബം താമസിക്കുന്ന സ്ഥലങ്ങളിൽ, ഈ സ്ഥലത്തൊക്കെ അവർക്കുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട പശ്ചാത്തലമുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് കേരള പോലീസാണ്. അങ്ങനെ എല്ലാ തലത്തിലും നീളുന്ന ഒരു അന്വേഷണ സംവിധാനത്തിലേക്ക്, സുരക്ഷാ മേഖലയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് ഏറ്റവും നിർണായകമായി ഉള്ളത്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഹംഗേറിയൻ ടീം അടക്കം, ലെബനൻ ടീം അടക്കം, ബൾഗേറിയൻ ടീം അടക്കം, ഈ 3 രാജ്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഈ റിൻസന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ടുണ്ട് എന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ഇനി അങ്ങോട്ട് ഈ വരും ദിവസങ്ങളിൽ റിൻസൺ എവിടെ എന്ന കാര്യം കണ്ടെത്തുക എന്നാണ് ഏറ്റവും നിർണായകമായി മാറുന്നത്. അതനുസരിച്ചുള്ള അന്വേഷണം നടക്കും. അതിന് ഇന്ത്യൻ ഏജൻസികളുടെയും സഹകരണം ഉണ്ടാകും. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമോ വിദേശകാര്യ മന്ത്രാലയമോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു ഫാക്ട് ചെക്ക് നടക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം മാത്രമാകും റിൻസനെ കുറിച്ചും പങ്കാളിത്തത്തെക്കുറിച്ചും മറ്റുമുള്ള വിവരങ്ങൾ അവർ പങ്കുവെക്കുക. അതിനേറെ പ്രാധാന്യമുണ്ട്. അന്തർദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഇക്കാര്യം വലിയ വാർത്തയാക്കിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം വ്യക്തമാകുന്നത്. ഭവ്യ, അതാണ് സാഹചര്യം. എന്നാൽ ലെബനൻ സ്ഫോടനത്തിൽ ഒരു മലയാളിക്ക് പങ്കുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തകൾ ചെയ്യുന്നത്. വളരെ നിർണായകമായ സാഹചര്യം, ഏറെ ആശങ്കയോടുകൂടി കേൾക്കേണ്ട സാഹചര്യം. എന്തായാലും റിൻസനായുള്ള തിരച്ചിൽ അന്വേഷണ സംഘം വ്യാപിപ്പിച്ചിട്ടുണ്ട്. റിൻസനെ കണ്ടെത്തുക എന്നതാണ് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.